അങ്ങനെ അയാൾ കാറെടുത്ത് ഗ്ലാസ് ഇങ്ങനെ വന്നു ഒരു കാണലടിച്ചിട്ട് ഇങ്ങനെ പോ 8:30 തിരിച്ചു കൂരാ ചുണ്ടിലേക്ക് എത്തും. എന്താ കാരണം എന്നറിയാം? കാത്തിരിക്കാൻ ഒരാളുണ്ട്. ചില ചെറുപ്പക്കാർ 12 ആയിട്ടും എന്തിട്ടാ വരാത്ത? വേൾഡ് കപ്പ് ഫൈനൽ കഴിഞ്ഞാൽ എന്തിട്ടും എന്താ വരാത്ത? കാരണം ആ ഭണ്ഡാരത്തിൻ്റെ അടുത്തേക്ക് പോയിട്ട് കാര്യമൊന്നുമില്ല. ഉറങ്ങിയിട്ടുണ്ടാവും, കൂർക്കം വിളിക്കുന്നുണ്ടാവും. ഡോറ് തുറക്കാൻ 10 മിനിറ്റിന് പുറത്ത് നിൽക്കണം. ഞാൻ പോകുന്നില്ല. കണ്ട, കാത്തിരിക്കണം എപ്പോഴും. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും വീട്ടിലേക്ക് വരുമ്പോഴും ഭാര്യ ഭർത്താവിനെ കാത്തിരിക്കണം. അതുകൊണ്ട് ഭർത്താവ് വരുന്നത് പറയുകയും വേണം. ഞാനിതാ കൊയിലാണ്ടിയിൽ ട്രെയിൻ ഇറങ്ങി, കമ്മിങ് ടു ദെയർ, വിൽ ബി റീച്ച്ഡ് ദെയർ അറ്റ് 6 o'clock ഇൻഷാല്ലാ, വിതിൻ 5 minutes. ഞാൻ വരുന്നോളെ എത്തിന്ന്. ഇതാ ഒരു ഷോപ്പിൽ എനിക്ക് വേണ്ടിയിട്ട് ഒരു സാധനം വാങ്ങാൻ കയറിയ എന്ന് പറഞ്ഞൊക്കെ പറഞ്ഞ് അവർക്കൊരു സന്തോഷം ഉണ്ടാവും. ഓരോ വരവും ഇങ്ങനെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കണം. അല്ലാണ്ട് ലൈവ് ഇട്ടിട്ട് പറയാണ്ട് സർപ്രൈസ് ആക്കിയിട്ട് പോകാൻ പാടില്ല. ഇസ്ലാം നിരോധിച്ചതാണ്. ഇസ്ലാം എന്തെല്ലാം നിരോധിക്കുന്നോ അതിൽ ഇപ്പം ഫാഷനുകളാണ്. സർപ്രൈസ് ആയിട്ടൊന്നും പോകാൻ പാടില്ല. ഭാര്യനെ അറിയിക്കൽ സുന്നത്താ. ഞാൻ വരുന്നുണ്ട്, എത്തിയിട്ടുണ്ട്, അറിയിക്കണം. ഒന്നാമത്തെ അതാണ്. രണ്ടാമത്തത്, ഭർത്താവിൻ്റെ ഡ്രസ്സ് ശരിക്കെടുത്ത് വെച്ചാൽ മതി. അത് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഏത് ചൂടനും കൂളറാവും. ഡ്രസ്സ് ശരിക്കും അലമാറ തുറക്കുമ്പോൾ 5 ജോഡി ഇസ്തിരി ഇട്ടിട്ട് ഇങ്ങനെ ആങ്കറിങ്ങിൽ പാൻറ്റും റോസ് ഷർട്ടും നീല പാൻറ്റും കറുത്ത കുപ്പായ ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ പറയൂലെങ്കിൽ ഓരോ മനസ്സിൽ എന്തോ ഒരു സാധനം വരും. മുപ്പൊരു വെള്ള ഷർട്ടും കറുത്ത പാൻറ്റും ഇങ്ങനെ അടിപൊളി ഡ്രസ്സ് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ 2 ആഴ്ചയായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ടൗണിൽ നിന്നെല്ലാം കണ്ടിട്ട് സുഹൃത്തുക്കളോ എൻ്റെ ചെങ്സലും ചോദിക്കുമല്ലോ, അല്ലാടെ നീ ഇപ്പം അടുത്തായിട്ട് എൻ്റെ ഡ്രസ്സെല്ലാം ഭയങ്കര സംഭവം, ഡ്രസ് കോഡെല്ലാം ഭയങ്കര സംഭവമായിട്ടുണ്ടല്ലോ, മാച്ചിങ്ങുണ്ടല്ലോ. അപ്പോൾ ഓൻ എന്നെ പറയൂലെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിലുണ്ടാവും, കല്യാണം കേൾക്കുമ്പോൾ നോക്കി കെട്ടണോടാ. റേഞ്ച് കട്ടാവാണ്ട് അങ്ങോട്ടേക്ക് തന്നെ വരും. ഭാര്യമാരെ അത് എപ്പോൾ ശ്രദ്ധിക്കണം. ഭാര്യമാരാണ് വീട് വൃത്തിയാവലുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കണം. ഒരു വീട്ടിൽ ബർക്കത്തുണ്ടായാലാണ് ആ വീട്ടിൽ ജീവിക്കുമ്പോൾ സമാധാനം ഉണ്ടാവുക. വീട്ടിൽ ബർക്കത്തുണ്ടാവാൻ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇനി ആ ഏരിയയിലേക്കാണ് കിടക്കുന്നത്. 5 കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ ആ വീട് മുബാറക്കായ വീടായിരിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾക്ക് ആമീൻ പറയാനും തൗഫീഖ് ചെയ്യട്ടെ. ഇത്രയും മനുഷ്യന്മാരുടെ ഉണ്ടല്ലേ. നിങ്ങളൊന്ന് എണീറ്റെന്ന് ഇരുന്നാട്ടെ. ഇതാണ് നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം. 2 കാര്യം ഞാൻ പറഞ്ഞു. എണീറ്റെന്ന് ഇരിക്കുക. റിസാലക്ക് ചേരും പൈസ കൊടുക്കൂല. അതാ നമ്മളെ പ്രശ്നം. ചേരും വേണം, പൈസയും കൊടുക്കണം. ഇപ്പം റിസാല ക്യാമ്പയിൻ കാല. SSFന്റെ കുട്ടികളെ ചേർക്കാൻ വരുമ്പോൾ നല്ലോണം ചേരണം. നമ്മൾ നാളത്തെ ഉസ്താമാരും നേതാക്കളും അവരാണ് ആവേണ്ടത്. ആ കുട്ടികളെ നല്ലോണം പ്രോത്സാഹിപ്പിക്കണം. മുസ്ലിം ജമാഅത്തിന്റെ പ്രായത്തിലുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാം കഅബ എടുക്കുമ്പോൾ SSF പ്രായത്തിലുള്ള ഇസ്മായിൽ നബിനെയും കൂടെ കൂട്ടിയത് നാളത്തെ ഒരു ലീഡർ വളരണ്ടേ. അങ്ങനെ വളരണം. അവരെ നല്ലോണം പ്രോത്സാഹിപ്പിക്കണം. അല്ലാഹു നമ്മളെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ. വീട്ടിൽ ബർക്കത്ത് ഉണ്ടാവാൻ വേണ്ടി ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ വീട്ടിൽ മലക്കൾ വരുന്നതിന് തടസ്സമായിട്ടൊന്നും ഉണ്ടാവരുത്. അതാണ് ഒന്നാമത്തെ കാര്യം. കാരണം മലക്കൾ വരുമ്പോഴാണ് ആ വീട്ടിൽ ബർക്കത്ത് ഉണ്ടാവുക. മലക്കൾ വരുന്നതിന് തടസ്സം എപ്പോഴാണ് ഉണ്ടാവുക? ഒന്ന്, വീട്ടില് നായകൾ ഉണ്ടാവുമ്പോൾ. അത് നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. രണ്ടാമത്, ഇന്നൽ മലായിക്കത്ത ലാ തദ്ഖുലു ബൈതൻ ഫീഹി സൂറത്തുൻ. ഫോട്ടോ ഉള്ളിടത്തേക്ക് മലക്കൾ വരൂല. അത് പത്രത്തിലെ പോട്ടായാലും ശരി, അല്ലാത്ത പോട്ടായാലും ശരി, ഏറ്റവും ചുരുങ്ങിയ നമ്മൾ കിടക്കുന്ന റൂമിൽ അതൊന്നും ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം. മലക്കൾ ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് പിശാച് ഓടും. ആ വീട്ടുകാർക്ക് ഇബാദത്ത് ചെയ്യാൻ വല്ലാത്ത തൗഫീഖ് ഉണ്ടാവും. ആ വീട്ടുകാർക്ക് തെറ്റ് ചെയ്യാൻ തോന്നൂല. അപ്പൊ നമ്മളെ വീട്ടിൽ മലക്കൾ വരാൻ എപ്പോഴും ശ്രദ്ധിക്കണം. 2, വീട്ടിൽ ബർക്കത്ത് ഉണ്ടാവാൻ രണ്ടാമത് വേണ്ടത് നമ്മളെ വീട്ടിൽ അതിഥികൾ ഉണ്ടാവാൻ ശ്രദ്ധിക്കണം.
അതിഥി വരുന്ന വീട്ടിൽ വലിയ ബർക്കത്തുണ്ട്, ആയിരക്കണക്കിന് ബർക്കത്തുണ്ടാവും ഒരൊറ്റ അതിഥി നമ്മളെ വീട്ടിൽ വന്നാൽ. ഒരതിഥി നമ്മുടെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചു പോകുമ്പോൾ നമ്മുടെ ദോഷങ്ങളെല്ലാം പൊറുക്കപ്പെടും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഭക്ഷണം പാകം ചെയ്താൽ ചുറ്റുവട്ടം കുറച്ച് ദൂരം ഇങ്ങനെ നടക്കും, ആരെങ്കിലും അതിഥിയായിട്ട് കിട്ടുമോ നോക്കാൻ. അലി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ഒരാഴ്ചക്കാലം അതിഥികൾ ആരും വന്നിട്ടില്ലെങ്കിൽ അലി റളിയല്ലാഹു അൻഹു കരയും, അല്ലാഹ് ഇതെന്താ, എന്നെ റബ്ബ് പരീക്ഷിക്കുകയാണോ, ആരെയും അതിഥിയെ കിട്ടിയില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ട്. അതിഥികൾ വരുന്ന വീട് മുബാറക്കായ ബർക്കത്തുള്ള വീടായിരിക്കും. 2. മൂന്നാമത്തത്, നമ്മുടെ വീട്ടിൽ ബർക്കത്തുണ്ടാവാൻ വേണ്ടി നമ്മുടെ വീട്ടിൽ എപ്പോഴും ഖുർആൻ ഓതണം. ഖുർആൻ ഓതുന്ന വീട് വലിയ ബർക്കത്തുണ്ടാവും. ഇന്നൽ ബൈത്തല്ലദീ യുഖറഉ ഫീഹിൽ ഖുർആൻ. ഖുർആൻ ഓതുന്ന വീട്ടിൽ 4 കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് മുഹമ്മദ് ബിൻ സീരീൻ റളിയല്ലാഹു അൻഹു പറയുന്നതാണ്. 1, ആ വീട്ടിൽ മലക്കൾ നിരന്തരം വരും. 2, പിശാച് തുരത്തി ഓടിക്കപ്പെടും. 3, ആ വീട്ടുകാർക്ക് ഇബാദത്ത് ചെയ്യാൻ തൗഫീഖ് ലഭിക്കും. 4, ആ വീട്ടുകാർക്ക് തെറ്റ് ചെയ്യാൻ തോന്നൂല. സൂറത്തുൽ വാഖിഅ സൂറത്തുൽ ഗിനാനാണ്. സൂറത്തുൽ വാഖിഅ ഐശ്വര്യത്തിന്റെ സൂറത്താണ്. അല്ലിമു ഔലാദക്കും സൂറത്തുൽ വാഖിഅ, മക്കൾക്ക് സൂറത്തുൽ വാഖിഅ പഠിപ്പിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മളെ വീട് ധാരാളമായി ഖുർആൻ ഓതുന്ന വീടാവണം. നമ്മളെ വീട്ടിൽ ഖുർആൻ ഓത്തില്ലാത്തൊരു ദിവസം ഉണ്ടാകാൻ പാടില്ല. അതാണ് 3ാമത്തെ കാര്യം. 4, നമ്മുടെ വീട്ടിൽ ബർക്കത്തുണ്ടാവാൻ വീട്ടിലേക്ക് കയറുന്ന മനുഷ്യർ സലാം ചൊല്ലിയിട്ട് വീട്ടിലേക്ക് കയറണം. വസല്ലിം അലാ അഹ്ലി ബൈതിക്, മോനെ അനസേ, നീ വീട്ടിൽ കയറുമ്പോൾ വീട്ടുകാരോട് സലാം പറയണമെന്ന് ഹദീസിൽ കാണാം. എങ്കിൽ നിന്റെ വീട്ടിൽ ഖൈർ വർദ്ധിക്കും. ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ സലാം പറഞ്ഞാൽ അവർക്കിടയിൽ സ്നേഹം വർദ്ധിക്കും. സ്നേഹം വർദ്ധിക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണ് സലാം പറയൽ. അവലാ അദുല്ലുക്കും അലാ ശൈഇൻ ഇദാ ഫഅൽതുമുഹു തഹബ്ബതും, നിങ്ങൾക്ക് പരസ്പരം സ്നേഹം വർദ്ധിക്കാൻ സലാം ചൊല്ലിയാൽ മതി എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നമ്മൾ വയല് കഴിഞ്ഞിട്ട് പോകുമ്പോൾ വീട്ടിൽ ആരുമില്ല, ഉമ്മ അല്ലെങ്കിൽ ഉപ്പ ഡോർ തുറന്ന് കയറുകയാണ്, ആരുമില്ലല്ലോ. അപ്പൊ എന്താ ചെയ്യണ്ടേ, എന്താ ചെയ്യേണ്ടത്? അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, അങ്ങനെ ചൊല്ലൽ സുന്നത്താ. അവിടെ ഉള്ള സ്വാലിഹീങ്ങളായ മഹാന്മാരുടെ റൂഹുകൾ, മഹാന്മാരായ അമ്പിയാക്കളുടെ അർവാഹുകൾ, ആ സലാം നമുക്ക് മടക്കി കിട്ടും. മൂമിനീങ്ങളുടെ വീടുകളിൽ അവരുടെ സാന്നിധ്യം ഉണ്ടാവുമെന്ന് ഖാളിയാദ് തങ്ങളുടെ ശിഫയുടെ വ്യാഖ്യാനത്തിൽ കാണാം. നമ്മൾ പള്ളിയിലേക്ക് കയറുന്നു, സുബഹിന് ജുമുഅക്ക് ആരെയും കാണാനില്ല, നമ്മളാണ് ഒന്നാമത് കയറുന്നത്. അപ്പോൾ പള്ളിയിലേക്ക് കയറുമ്പോൾ ചൊല്ലേണ്ട ദിക്റൊക്കെ ചൊല്ലി അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, അവിടെയുള്ള മലക്കുകൾ നമുക്ക് സലാം മടക്കിത്തരും. വീട്ടിലേക്ക് കയറുമ്പോഴും ആ കാര്യം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ദിവസം 10 മുഅ്മിനീങ്ങളോട് സലാം പറഞ്ഞാൽ അയാൾ ഈമാനില്ലാതെ മരണപ്പെടൂല, അയാളുടെ മരണം ഈമാനോടെ ആയിരിക്കും. സലാമിന് അത്രയും പവർ ഉള്ളത് കൊണ്ടാണ് സ്വഹാബത്ത് ഒരാളെ കണ്ടിട്ട്, പുതുതായ ഒരാളെ കണ്ട് സലാം പറയാൻ വേണ്ടി മാത്രം അവര് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. എന്തിന്? ടൗണിൽ നിന്ന് പർച്ചേസിന്റെ ആവശ്യമുണ്ടായിട്ടല്ല, ഒരാളെ പുതുതായി കണ്ടിട്ട് അയാളോട് സലാം പറയാൻ. സലാം പറയുന്നവർക്ക് 90 കൂലി സംവിധാനിച്ചിട്ടുണ്ട്, മടക്കുന്നയാൾക്ക് 10 കൂലി. നിർബന്ധവും സുന്നത്തും നോക്കിയാൽ നിർബന്ധത്തിനാണ് കൂടുതൽ കൂലി ഉണ്ടാവുക. പക്ഷേ സലാം പറയലും മടക്കലും, മടക്കൽ നിർബന്ധമാണെങ്കിലും പറയലിനാണ് കൂടുതൽ കൂലി. ഇവിടെ നിയമം മാറ്റമുണ്ട്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ സലാം പറയുന്നവരാവണം.
എല്ലാ ദിവസം 10 ആളോടെങ്കിലും നമ്മൾ സലാം പറയണം. എങ്കിൽ നമ്മുടെ മരണം ഈമാനോടെയാകുമെന്ന് ഹദ്ദാദിന്റെ വ്യാഖ്യാനത്തിൽ കാണാവുന്നതാണ്. അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. വീട്ടിൽ ബറക്കത്തുണ്ടാവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട 5-ാമത്തെ കാര്യം, വീട്ടിലേക്ക് കയറുന്നാണ് സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ മതി. വീട്ടിലേക്ക് കയറുമ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ വീട്ടുകാർക്കും അയൽവാസികൾക്കും ദാരിദ്ര്യം ഉണ്ടാവില്ല എന്ന് ഹദീസിൽ കാണാം. കടത്തിൽ മുങ്ങിയ ഒരു സ്വഹാബി ടെൻഷനായിട്ട് പള്ളിയിൽ കണ്ടപ്പോൾ, മോനെ നീ സൂറത്തുൽ ഇഖ്ലാസ് വീട്ടിൽ കയറുമ്പോൾ ഓതിയാൽ മതി എന്ന് നിർദ്ദേശിക്കുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അങ്ങനെ ആ സ്വഹാബിയുടെ കടം വിചാരിക്കാത്ത മേഖലയിലൂടെ വീടിയതും ആ ഹദീസിന്റെ ചരിത്രത്തിന്റെ ബാക്കി ഭാഗത്ത് കാണാവുന്നതാണ്. സൂറത്തുൽ ഇഖ്ലാസ് വലിയ പവറുള്ള സൂറത്താണ്. ഒരു ഇഖ്ലാസ് സൂറത്ത് വീട്ടിലേക്ക് കയറുമ്പോൾ ഓതാൻ ഇപ്പം എന്താ പണിയുള്ളത്, എന്താ അധ്വാനം ഉള്ളത്? എല്ലാ ദിവസവും 10 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്ന മനുഷ്യന് സ്വർഗത്തിൽ ഒരു വീട് വെച്ചു കൊടുക്കുമെന്ന് ഹദീസിലുണ്ട്. ഇത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, 20 എണ്ണം ഓതിയാലോ? എന്നാൽ 2 വീട് കിട്ടും. 30 എണ്ണം ഓതിയാലോ? അപ്പൊ തങ്ങൾക്ക് മനസ്സിലാവല്ലേ ഇത് ഗുണനപ്പട്ടിക 10 പഠിച്ചത് മുതലാക്കുന്ന ഇങ്ങനെ ചോദിക്കും. അപ്പൊ തങ്ങളവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് പറഞ്ഞു, എത്രയാ ഓതുന്ന അതിനനുസരിച്ച് കിട്ടും. ഈ ഹദീസ് വിശദീകരിക്കുന്നിടത്ത് കിതാബിൽ കാണാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണല്ലോ സ്വർഗം ഉദ്ഘാടനം ചെയ്യേണ്ട നേതാവ്. സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്നത് കൊണ്ട് തന്നെ തങ്ങൾക്കിടെ ഇസ്മിൽ ഒരു പേര് തന്നെ അവലുമായി യദ്ഖുലുൽ ജന്ന എന്നൊരു പേരന്നുണ്ട്. അത് വിശദീകരിക്കുമ്പോൾ തദ്കിറത്തുൽ മുഹിബ്ബീൻ ഫീ ശർഹി അസ്മാഇ സയ്യിദുൽ മുർസലീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കിതാബിൽ ഈ പേര് വിശദീകരിക്കുമ്പോൾ പറയാ, റസൂലുള്ള സ്വർഗത്തിലെത്തുമ്പോൾ നമുക്കും സ്വർഗത്തിലെത്താൻ എന്തെങ്കിലും വേണ്ടേ? അതിന് ഏറ്റവും എളുപ്പമാർഗമാണ് 10 ഇഖ്ലാസ് സൂറത്ത് എല്ലാ ദിവസവും ഓതല്. അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. 10 ഇഖ്ലാസ് സൂറത്ത് ഓതാൻ ആകെ വേണ്ടത് 2 മിനിറ്റാണ്. ഒരു ദിവസം 86,400 സെക്കൻഡ് ഉണ്ട്. അതിൻ്റെ മലയാളമാണ് 24 മണിക്കൂർ എന്നുള്ളത്. അതിലാകെ 2 മിനിറ്റ് അല്ലേ വേണ്ടു. അത് നമുക്ക് ഓതിയാൽ ഒരു ഇഖ്ലാസ് സൂറത്ത് വീട്ടിലേക്ക് കയറുമ്പോൾ ഓതണം. സൂറത്തിൽ ഇഖ്ലാസ് കൂടുതൽ ഓതുന്ന മനുഷ്യൻ ആഖിറത്തിലെത്തിയാൽ അള്ളാഹു പറയും, ആ എന്നെ പുകഴ്ത്തിയ മനുഷ്യനല്ലേ, വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് പോയിക്കൊള്ളീ. നമ്മളൊക്കെ സൂറത്തുൽ ഇഖ്ലാസിന്റെ അഹ്ലുകാരാവണം. അങ്ങനെ പറയാൻ കാരണം, ഒരാൾ സ്വന്തമായിട്ടോ ഇനി വേറൊരാൾക്ക് വേണ്ടിയിട്ടോ ഓതിയാൽ നരകം നിഷിദ്ധമാവുന്ന ഒരു കർമ്മമാണ് 70,000 തഹ്ലീൽ. അതിന് അൽ ഇത്വാഖത്തു സുഗ്റ എന്നാണ് അറിയപ്പെടുന്നത്. മരിച്ചുപോയ ഉപ്പാക്കായാലും ശരി, അല്ലെങ്കിൽ നമ്മൾ തന്നെ ജീവിക്കുമ്പോൾ നമുക്ക് വേണ്ടിയിട്ട് തന്നെ 70,000 ആരോടും പറയാതെ സ്റ്റാറ്റസിലൊന്നും ഇടാണ്ട് നമ്മളങ്ങോട്ട് ചൊല്ലിത്തീർത്തു എങ്കിൽ നരകം ഹറാമാണ്, പിന്നെ നരകത്തേക്ക് പോവില്ല. ഈ ഓഫർ നമ്മൾ ഉപയോഗിക്കണം. ഇത് അൽ ഇത്വാഖത്തു സുഗ്റ എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ അൽ ഇത്വാഖത്തുൽ കുബ്ര എന്ന് പറഞ്ഞിട്ട് ഇതിനേക്കാളും വലിയൊരു അമലുണ്ട്. അതേതാ? 1,00,000 ഇഖ്ലാസ് സൂറത്താണ്. 1,00,000 ഇഖ്ലാസ് സൂറത്ത് മരിച്ച ഉമ്മാക്കോ ഉപ്പാക്കോ ഇനി സ്വന്തത്തിന് വേണ്ടിയിട്ട് ഒരാൾ ഓതീന്ന് കരുതുക എങ്കിൽ അയാൾ നരകത്തേക്ക് പോവില്ല. ഈ 1,00,000 ഇഖ്ലാസ് സൂറത്ത് നമ്മൾ ഓതണം. ആരും അറിയണ്ട. 1,00,000 ഇഖ്ലാസ് റമദാൻ കഴിയുമ്പോഴേക്ക് ഓതി തീർക്കും. എത്ര മഹാന്മാരുണ്ട്, ആയിരങ്ങളായ ഇഖ്ലാസ് സൂറത്ത് ഓതുന്ന മഹാന്മാർ. അബൂദർദാ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുത്ത് ഇരിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം തങ്ങൾ വന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞല്ലോ, ഇത് അബൂദർദാ അല്ലേ തങ്ങളെ? നിങ്ങൾക്ക് എങ്ങനെ അബൂദർദാനെ നബി എന്താ പറയണത്? മൂപ്പര് ഇവിടെ ഫേമസ് ആയതിനേക്കാൾ ആകാശലോകത്ത് വെൽ നോൺ ഫേമസ് ആണ് മൂപ്പര്. അതെങ്ങനെ? മൂപ്പര് ഇഖ്ലാസ് സൂറത്തിന്റെ ആളാ. മൂപ്പര് ഇഖ്ലാസ് സൂറത്തിന്റെ ആളാണ്. തബൂക്കിൽ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിൽക്കുമ്പോ കാർമേഘം പോലെ, മഴക്കാലൊന്നുമല്ല എന്നാലും ഒരു സൂര്യന് പ്രകാശം കുറവ് പോലെ പെട്ടെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ടുണ്ട്. എന്താ ജിബ്രീൽ ഒരു പ്രകാശത്തിനൊരു കുറവ്? അദ്ദുറുൽ മൻസൂറിലുണ്ട്. എന്താ കുറവ്? അതിനബിയെ മദീനയിൽ എന്താ സംഭവം? എന്താ? 70,000 മലക്കുകൾ ഇറങ്ങിയിട്ടുണ്ട്. എന്തിനാ 70,000 മലക്കുകൾ ഇറങ്ങിയേക്കുന്നത്?
ആ മലക്കുകൾ ഇറങ്ങിയോണ്ട് തന്നെ സൂര്യപ്രകാശത്തിന്റെ ലൈറ്റ് അവരുടെ ചിറകിന് തട്ടിയിട്ട് ഫുള്ളായിട്ട് താഴേക്ക് വരുന്നില്ല എന്നുള്ളിടത്തോളം എന്താ ഈ മലക്കുകളുടെ ഇറക്കത്തിന്റെ താല്പര്യം എന്തേ? അത് മുആവിയത്ത് ബിൻ മുആവിയ റളിയല്ലാഹു അൻഹു വഫാത്തായിട്ടുണ്ട്. ഓരോ ജനാസയിൽ പങ്കെടുക്കാനാണ്, തങ്ങളെയും കൂട്ടാനാണ് ഞാൻ വന്നത്. അതെന്താ മൂപ്പർക്ക് എന്താ പ്രത്യേകത? കാന യഖറഉ സൂറത്തുൽ ഇഖ്ലാസി ഖായിമൻ വ ഖായിദ. ആ സഹാബി ഇരിക്കുമ്പോൾ നിൽക്കുമ്പോൾ ഒക്കെ മൂപ്പര് വായിലെപ്പോഴും സൂറത്തുൽ ഇഖ്ലാസാ. ആ സൂറത്തുൽ ഇഖ്ലാസിന്റെ ബർക്കത്തുകൊണ്ട് 70,000 മലക്കൾ അല്ലാഹു ഇറക്കി. ഒരു മലക്ക് ഒരാളുടെ മേൽ മയ്യത്ത് നിസ്കരിച്ചാൽ തന്നെ, ഒരാൾക്ക് ദ്വാരം കൊടുത്താൽ തന്നെ അയാൾക്ക് സ്വർഗ്ഗമല്ലേ? വദുആഉൽ മലായികത്തി മർജൂഉൻ ലിൽ ഇജാബ ലിഖൗലിഹി തആല വലാ യശ്ഫഉ ഇൻദഹു ഇല്ലാ ലിമൻ ഇർതളാ എന്നല്ലേ? ഒരു മലക്ക് ദ്വാരുന്നാൽ തന്നെ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? ഇത് 70,000 മലക്ക്. നമ്മളൊക്കെ സൂറത്തുൽ ഇഖ്ലാസിന്റെ ആളാവണം. മസ്ജിദ് ഖുബായിലെ ഒരു ഇമാമിനെ കുറിച്ച് പരാതി, നബിയെ ഈ ഇമാം ഉണ്ടല്ലോ മൂപ്പര് ഏത് സൂറത്ത് ഓതിയാലും എക്സ്ട്രാ സൂറത്തുൽ ഇഖ്ലാസ് ഓതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിട്ട് വെച്ച്, നിങ്ങളെന്താ അങ്ങനെ ഒരു സൂറത്തുൽ ഇഖ്ലാസ് ഇങ്ങനെ എക്സ്ട്രാ ഓതണത്? നബി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അത്രക്കും ഇഷ്ടമാണ് ഇഖ്ലാസ് സൂറത്ത്. നിനക്ക് ആ സൂറത്തുൽ ഇഖ്ലാസിനോടുള്ള ഇഷ്ടം കൊണ്ട് നീ സ്വർഗത്തിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പൊ നമുക്ക് സൂറത്തുൽ ഇഖ്ലാസിന്റെ അഹലുകാരാവാൻ കഴിയണം. ഒരു ലക്ഷ്യം ഇഖ്ലാസ് സൂറത്ത് മരിക്കണതിന് മുമ്പ് ഓതി തീർക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പറഞ്ഞു വന്നത്, വീട്ടിൽ ബർക്കത്തുണ്ടാവാൻ, ദാരിദ്ര്യം ഇല്ലാതിരിക്കാൻ ആ വീട്ടിലേക്ക് കയറുന്നവർ എപ്പോഴും സൂറത്തുൽ ഇഖ്ലാസ് ഒരു തവണ പാരായണം ചെയ്യൽ. 10 തവണ എല്ലാ ദിവസവും സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ സ്വർഗത്തിൽ വീട് കിട്ടും എന്ന് പറഞ്ഞാൽ ഈമാനോടെ മരിക്കും, സ്വർഗത്തിലെത്തും, സ്വർഗത്തിൽ വീട് ലഭിക്കും. ഞാൻ എൻ്റെ പ്രഭാഷണം അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കുകയാണ്. ഭാര്യ ഭർത്താക്കന്മാർ ഇങ്ങനെ സ്നേഹലോകത്തിൽ ജീവിക്കുകയും വീട് നല്ല ബർക്കത്തുള്ള വീടാവുകയും ചെയ്താൽ പിന്നെന്താ പേടിക്കേണ്ടത്? അവിടെ വളരുന്ന മക്കൾ സ്വാലിഹീങ്ങളായി തീരും. വീട്ടിൽ മക്കൾ നന്നാവണമെങ്കിൽ ആ വീടിന്റെ വളവും മണ്ണും നന്നായിരിക്കണം. മക്കൾ നന്നാവാൻ നമ്മൾ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്നാമത്തെ കാര്യം, ഉപ്പയും ഉമ്മയും നല്ല ജീവിതം നയിക്കുക. ഉപ്പയും ഉമ്മയും എങ്ങനെ ജീവിക്കുന്നോ അതിനനുസരിച്ച് മക്കൾ നന്നാവുകയും മോശമാവുകയും ചെയ്യും. ഇന്നല്ലാഹ ലയഹ്ഫളു ബിർറജുലി സ്വാലിഹി വലദഹു വവലദ വലദിഹി. മക്കൾ നന്നാവാനുള്ള ഏറ്റവും നല്ല വഴി മാതാപിതാക്കൾ നല്ല ജീവിതം നയിക്കലാണ്. മാതാപിതാക്കൾ നല്ല ജീവിതം നയിച്ചാൽ അതിൻ്റെ നന്മ മക്കളിലും ഉണ്ടാവും. മാതാപിതാക്കൾ തെറ്റ് ഉള്ള ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ അതിൻ്റെ പ്രതിസന്ധിയും പ്രയാസവും മക്കളിലും ഉണ്ടാവുമെന്ന് ഖാത്തിമത്തുൽ മുഹഖിഖീൻ ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. മഹാനായ സയ്യിദ് അവറുകൾ നമ്മുടെ വേദിയിലേക്ക് വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹു അവിടുത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ദീനി ഖിദ്മത്തുകൾക്ക് അവർക്കും നമുക്കൊക്കെ അല്ലാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മുടെ മക്കൾ നന്നാവാൻ നമ്മുടെ കർമ്മങ്ങൾ നന്നാക്കുക. അപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാവും, നല്ല ആളുടെ മക്കളും ചിലപ്പോൾ മോശമാവുന്നുണ്ടല്ലോ, നല്ല ആലിമിൻ്റെ മോന് കെട്ടുപോകുന്നുണ്ടല്ലോ, ഫാസിക്കായി ജീവിച്ച മനുഷ്യൻ്റെ മകൻ നന്നാവുന്നുണ്ടല്ലോ. നൂഹ് നബിയുടെ മകൻ കൻആൻ മോശക്കാരനാണ്. ആദം നബി അലൈഹിസ്സലാമിൻ്റെ മകൻ ഒരാൾ കൊലപാതകത്തിന് നേതൃത്വം നൽകിയ ആളാണ് ഖാബീൽ. ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതിന് ഉത്തരം ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ പറയാ റളിയല്ലാഹു അൻഹു. ഒരു പൊതു നിയമമാണ് ഉപ്പയും ഉമ്മയും നന്നായാൽ മക്കൾ നന്നാവൽ എന്നുള്ളത്. ചിലപ്പോൾ അപവാദങ്ങൾ ഉണ്ടാക്കും അല്ല തന്നെ. എന്തിന്?
ഉപ്പ നന്നായോണ്ട് മാത്രം ഒരാൾ നന്നാവില്ല എന്ന് പഠിപ്പിക്കണം. കാരണം കൺട്രോൾ അള്ളാന്റെ അടുത്താണ് എന്ന് തോന്നിപ്പിക്കണമെങ്കിൽ, പഠിപ്പിക്കണമെങ്കിൽ ചിലപ്പോൾ തിരിച്ചും സംഭവിക്കണം. അതാണ് നമ്മളെ മക്കൾ നന്നാവാൻ, നമ്മൾ നന്നാവൽ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ നമ്മൾ അള്ളാഹിനോട് ദ്വാരക്കണം. അതെപ്പോഴും ഉണ്ടാവണം. 5 വക്ത് നിസ്കാര ശേഷവും പാതിരാത്രി എഴുന്നേറ്റിട്ടും ഒരു ഉപ്പയും ഉമ്മയും മക്കൾക്ക് വേണ്ടിയിട്ട് അവരുടെ സ്വലാഹിയത്തിന് വേണ്ടി ദ്വാരന്നാൽ അതിന് റിസൾട്ട് ഉണ്ടാവും. എവിടെയെല്ലാം ദുആയിന് ഉത്തരം കിട്ടുന്നുണ്ടോ, സാദാത്തുക്കള് നേതൃത്വം നൽകുന്ന ദുആ മജ്ലിസ്, ഇൽമിന്റെ മജ്ലിസ്, അതിലൊക്കെ മക്കള് നന്നാവാൻ വേണ്ടി ദ്വാരന്ന അതിന് ഫലം ഉണ്ടാവും. ഇമാം ഗസാലി റളിയല്ലാഹുവിന്റെ ഉപ്പ എല്ലാ ഇൽമിന്റെ മജ്ലിസിൽ നിന്നും ദ്വാരക്കും, എനിക്ക് നല്ലൊരു ആലിമായ മോനെ തരണേ. കിട്ടി, ഗസാലി ഇമാം എന്ന മോനെ കിട്ടി. കഴിഞ്ഞ ദിവസം ചെർഷോല ഉസ്താദിന്റെ ഉമ്മ വഫാത്തായപ്പോൾ അവിടെ ചെന്നു. അള്ളാഹു ആ ഉമ്മയുടെ പാരത്രിക ജീവിതം സന്തോഷത്തിലാക്കട്ടെ. ഉസ്താദ് പറഞ്ഞു, എപ്പോഴും എൻ്റെ ഉമ്മ എനിക്ക് വേണ്ടി ദ്വാരക്കും, എൻ്റെ മോനെ വലിയ ആലിമാക്കട്ടെ. എത്ര പണ്ഡിത ദർസിന ജലീൽ സക്കാഫി ഉസ്താദ് നേതൃത്വം നൽകുന്നത്. ആലിക്കുഞ്ഞ് ഷിറിയ ഉസ്താദ് പലപ്പോഴും പറയാറുണ്ട്, അള്ളാഹു എനിക്ക് എന്തെങ്കിലും തൗഫീക്കും ദറജയും തന്നിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഉമ്മന്റെ ദുആഇന്റെ ബർക്കത്താണ്. ഉമ്മമാരുടെ ദുആഇന് വലിയ ഫലമുണ്ട്, ഉപ്പമാരുടെ ദുആഇന് ഫലമുണ്ട്. മൂന്നാമത്തത്, നമ്മുടെ വീട് ആത്മീയമായ ജീവിതം ഉള്ള വീടാവണം. ആ വീട്ടിൽ വലിയ ബർക്കത്തുണ്ടാവും, ആ വീട്ടിൽ വളരുന്ന മക്കൾ നന്നാകും. അള്ളാഹു നമ്മളെ മക്കളെ നന്നാക്കി തെരുമാറാവട്ടെ. നമ്മുടെ കുടുംബ ജീവിതത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിങ്ങളെല്ലാം ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന വസിയത്തോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.